നിരൂപകനായ പ്രജീഷ് രാജശേഖർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രജീഷ്, നോക്കൂ, ഈ ചരിത്രപരമായ വിജയമാണ് ഈ സിനിമാ സംഘടനയായ താരസംഘടനയായ AMMയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ തലപ്പത്തേക്ക് വനിതകൾ വരികയാണ്, വനിതാ പ്രാതിനിധ്യം വന്നിരിക്കുകയാണ്. 4 വനിതകളാണ് ഈ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നത്, ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും അടക്കം. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വനിതാ പ്രാതിനിധ്യത്തെ നോക്കിക്കാണുന്നത്? ഈ ഒരു സംഘടനയ്ക്കുള്ളിൽ ഇതിനു മുൻപ് നടന്നിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇതോടെ ഒരു പരിഹാരം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായും. അതായത് ഈ ഒരു സംഘടന അമ്മയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം വഴിമാറുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പിലൂടെ ശ്വേതാ മേനോൻ ഇപ്പോൾ 31 വർഷത്തെ ചരിത്രം മാറ്റിയെഴുതിക്കൊണ്ടാണ് അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചിരിക്കുന്നത് എന്നത് ഒരുപക്ഷെ വലിയ അഭിമാനകരമായ നേട്ടം തന്നെയാണ്. അത് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് അഭിനേതാക്കളായാലും അതോടൊപ്പം തന്നെ വിവിധ ടെക്നിക്കൽ സൈഡിലടക്കം അവർ സാങ്കേതിക പ്രവർത്തകരടക്കമുള്ള ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയുടെ ചരിത്രം പരിശോധിച്ചാൽ, അതായത് 1994 രൂപീകൃതമായ ഒരു സംഘടനയുടെ എക്സിക്യൂട്ടീവിലേക്ക് പോലും ഒരാളെ തെരഞ്ഞെടുത്തത് 2003 അത് സുകുമാരിയായിരുന്നു. അപ്പൊ അതുവരെ ആ സംഘടനയുടെ ഒഫീഷ്യൽ ബോഡിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനാ നേതൃത്വ തലത്തിൽ ആരും തന്നെ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് എക്സിക്യൂട്ടീവിൽ പല തലങ്ങളിലായി സ്ത്രീകൾ മത്സരിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഈ വർഷമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്ന ഒരു വലിയ കോലാഹലങ്ങളും അല്ലെങ്കിൽ ബഹളങ്ങളും രാജിയും ഒക്കെ കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് വേണം എന്ന ആവശ്യത്തിലേക്ക് എത്തുകയും അവിടെയാണ് സ്ത്രീകൾ മത്സരിച്ച് ജയിക്കട്ടെ എന്ന ഒരു ഈ സംഘടനയ്ക്കകത്ത് തന്നെയുള്ള ആളുകളുടെ ചിലരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് അങ്ങനെ ഒരു ഇലക്ഷനിലേക്ക് കടക്കുകയും വളരെ വാശിയേറിയ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ നടന്നത്. നേരത്തെ ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത തരത്തിൽ തന്നെ വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും, അല്ലെങ്കിൽ അത് നിയമ തലത്തിലേക്ക് വരെ നീങ്ങുന്ന തരത്തിൽ, അല്ലെങ്കിൽ ശ്വേതാ മേനോനെതിരെ അടക്കം നിയമ നടപടിയുമായി ആളുകൾ രംഗത്തെത്തുക, അല്ലെങ്കിൽ പരസ്പരം വാഗ്വാദങ്ങൾ നടത്തി, അല്ലെങ്കിൽ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒക്കെ വലിയ ഒരു പ്രചരണം ഈ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പ്രമുഖരായ താരങ്ങളൊക്കെ തന്നെയും വോട്ടെടുപ്പിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ മത്സര രംഗത്തും വളരെ വലിയ പ്രാതിനിധ്യമുണ്ടായി. അതിൽ നിന്നൊക്കെ അതിജീവിച്ചുകൊണ്ട് ശ്വേതാ മേനോൻ 159 വോട്ടുകൾ നേടി വിജയിക്കുക എന്നത് സംഘടനയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. കാരണം ഇത്രയേറെ ആരോപണങ്ങൾ ഒരുപക്ഷം ഉന്നയിക്കുമ്പോഴും, അല്ലെങ്കിൽ സംഘടന ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുകയും അതിലൊക്കെ തന്നെയും നിയമ നടപടികളിലേക്ക് കടക്കുകയും പിന്നീട് അതൊക്കെ ഒത്തുതീർപ്പാക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ഒരു ഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, ഈ സംഘടനയെ നയിക്കാൻ ഒരു സ്ത്രീ നല്ലതാണ് എന്ന ഒരു തിരിച്ചറിവ് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഈ താരങ്ങളൊക്കെ തന്നെയും സ്വീകരിച്ചത്. അതിൽ ഈ 4 താരങ്ങൾക്കൊപ്പം തന്നെയും അഞ്ജലി നായരും, ആശ അരവിന്ദ്, അതുപോലെ തന്നെ നീന കുറുപ്പ്, സരയു അടക്കമുള്ള 3-4 പേര് കൂടെ ഈ എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. അതായത് ഏകദേശം ഈ 8ഓളം വനിതകൾ ഈ സംഘടനയുടെ പ്രധാന പോസ്റ്റുകളിൽ അടക്കം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ വിജയിച്ചു വന്നു എന്നത് വളരെ സ്വാഗതാർഹമാണ്. ഒരുപക്ഷെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയൊക്കെ ഒരു ശേഷം സംസ്ഥാന സർക്കാർ സിനിമാ കോൺക്ലേവ് അടക്കം നടത്തുന്നു, അല്ലെങ്കിൽ സിനിമാ രംഗത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് അറിയാം. ഈ അടുത്ത കാലത്തായിട്ട് പുറത്തു വന്ന പല വാർത്തകളും നമുക്ക് ആർക്കും തന്നെ വിശ്വസനീയമല്ലാത്ത തരത്തിലേക്ക് സംഘടനയ്ക്ക് അകത്തു നിന്ന് തന്നെ കാര്യങ്ങൾ പുറം ലോകത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തേക്ക് അതിജീവിക്കാൻ ഒരുപക്ഷെ കുറച്ചും കൂടെ ഈ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഈ ചലച്ചിത്ര മേഖലയിൽ രൂപീകരിക്കാൻ ഈ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.